നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് 85-ലേക്ക്. അപ്പോൾ ആ വിളിപ്പേര് എൻ്റെ അനിയനോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് കെട്ടിപ്പടുത്തിരിക്കുന്നത് അനേകം രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിൻ്റെ മേലാണ്. രക്തസാക്ഷികൾ ആ പ്രസ്ഥാനത്തിൻ്റെ വികാരവും ഊർജവുമാണ്. എന്നാൽ സമീപകാലത്തായി ധൻരാജ്, വിഷ്ണു, അഭിമന്യു തുടങ്ങിയ രക്തസാക്ഷി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുയരുന്ന അഴിമതി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതികളിലേക്കാണ്, ആശയപരമായ അപജയത്തിലേക്കുമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമെന്നാണ് സഖാക്കൾ പറഞ്ഞു പരത്തുന്നത്. പുന്നപ്രയും വയലാറും കയ്യൂരും കരിവെള്ളൂരും ഉൾപ്പെടെയുള്ള ഐതിഹാസിക സമരങ്ങളിലൂടെ ജീവൻ നൽകി ചുവപ്പുകൂടി പിടിച്ച മനുഷ്യരുടെ ത്യാഗത്തിന്മേലാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും വിപ്ലവ പരിവേഷമെടുത്തണിയുന്നത്. എന്നാൽ ഇന്നാവട്ടെ ധൻരാജ്, വിഷ്ണു, അഭിമന്യു തുടങ്ങിയ രക്തസാക്ഷി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുയരുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് വിരൽ ചൂണ്ടുന്നത് ആ പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ്. ഇല്ല, കാരണം ഈ 3 കണക്കും ഞാൻ കൃത്യമായി പരിശോധിച്ച ആളാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വർഷക്കാലം ഇൻറ്റേർണൽ ഓഡിറ്ററായി വർക്ക് ചെയ്തിട്ട് ഒരാൾ കൂടിയാണ്. പയ്യന്നൂർ റൂറൽ ബാങ്കിൽ 37 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ സീനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ ഏതാണ്ട് അവസാന കാലം വരെ, അതിന് കുറച്ച് മുമ്പ് വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ജോലിയാണ് ചെയ്തത്. ആ സ്ഥാപനത്തിൽ പലരുടെ പേരിലും നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ രക്തസാക്ഷിത്വ ഫണ്ട് മോഹിച്ചവരായിരുന്നില്ല അതിൻ്റെ പ്രവർത്തകർ. എന്നാൽ ഇന്ന് ഫണ്ട് പിരിവുകൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം രൂപപ്പെട്ടിരിക്കുന്നു. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പോരാടി മരിച്ച സഖാക്കളുടെ കുടുംബത്തെ രക്ഷിക്കാനും കള്ളക്കേസുകളിൽ തുടങ്ങിയ സഖാക്കൾക്ക് നിയമസഹായം നൽകാനും വേണ്ടിയായിരുന്നു അന്ന് ജനങ്ങൾ അന്നത്തിൽ നിന്ന് പിടിച്ചുവെച്ച് പാർട്ടിക്ക് പണം നൽകിയത് എങ്കിൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ധൻരാജ്, വിഷ്ണു, അഭിമന്യു തുടങ്ങിയവരുടെ ദാരുണമായ കൊലപാതകങ്ങളെ പാർട്ടി നേതൃത്വം വൈകാരിക മൂലധനമാക്കി മാറ്റി. രക്തസാക്ഷിത്വം എന്നത് വിൽക്കാനുള്ള ഒരു ഉൽപ്പന്നമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. കോടികൾ പിരിച്ചെടുക്കുമ്പോൾ അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം കുടുംബത്തിന് നൽകുകയും ബാക്കി തുക പാർട്ടി സംവിധാനങ്ങൾക്കോ നേതാക്കളുടെ ബിനാമി ഇടപാടുകൾക്കോ വേണ്ടി വകമാറ്റുകയും ചെയ്യുന്നത് ചരിത്രത്തോടും മരിച്ച സഖാക്കളോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. ഞാൻ 7 വയസ്സിൽ പാർട്ടിയിലേക്ക് വന്നതാണ്. 7 വയസ്സിൽ പാർട്ടി ബാലസംഘമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഇപ്പോൾ 50 വർഷത്തെ പാർട്ടി ബന്ധമാണ്. ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് SME സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നു. 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. വളരെ ശക്തമായ സ്കൂളായിരുന്നു. ആ സമയത്ത് SFIയുടെ ഏറ്റവും ശക്തമായ സ്കൂൾ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്ത. ആ സ്കൂളിൽ MS പ്രസാദിൻ്റെയും ജോസിൻ്റെയും രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ അന്ന് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ആചരിക്കുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ പേര് എന്ന് കേരളം മൊത്തം ഇതുപോലെ ആചരിക്കുമെന്ന് ആഗ്രഹപ്പെട്ട് നടന്നൊരു പാർട്ടി കേഡറാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ രക്തസാക്ഷി കുടുംബം അല്ലെങ്കിൽ രക്തസാക്ഷിയോട് കാണിക്കുന്ന ഒരു അവഗണന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അതുപോലെ സാമുദായിക നേതാക്കളോട് കാണിക്കുന്ന ഒരു പ്രത്യേക മമത. ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ DCS തന്നെ പറഞ്ഞ മറുപടി സന്ദർഭോചിത രാഷ്ട്രീയമാണ് എന്നാണ്. അതുപോലെ എൻ്റെ നിലപാടുകൾ മാറാനുള്ളതാണ് എന്ന് പറയുന്ന സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും നിൽക്കുന്നൊരു പാർട്ടിയിലേക്ക് നിലപാടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ രംഗത്ത് വന്ന എന്നെപ്പോലുള്ള പാർട്ടി കോമ്രേഡ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
ഇപ്പം വളരെയേറെ മാരകമായ അനുഭവം കൊണ്ടായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് അച്ചടക്കമുള്ള പാർട്ടി മെമ്പറായിട്ട്. എല്ലാവരും അച്ചടക്കമുള്ള മെമ്പർമാർ. പക്ഷേ ഞാൻ അച്ചടക്കമുള്ള മെമ്പറായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് 85-ലൊക്കെ. അപ്പോൾ ആ വിളിപ്പേര് എൻ്റെ അനിയനോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പോകുമായിരുന്നു. പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പ്രതികരണ ശേഷിയുള്ള ഒരാളെന്ന നിലയിൽ ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഞാനത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒറ്റയ്ക്ക് നിന്ന് ഒരിക്കലും ഒരിടത്തും പ്രതികരിക്കാൻ പറ്റില്ല, നമ്മുടെ സമൂഹത്തിൽ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. മുതലാളിത്ത വ്യവസ്ഥിതിയിൽ എല്ലാം കച്ചവടച്ചരക്കാക്കുമെന്ന് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സ്വന്തം അണികളുടെ രക്തം പോലും കച്ചവടച്ചരക്കാക്കി മാറ്റുന്ന ഒരു കോർപ്പറേറ്റ് മനോഭാവത്തിലേക്ക് പാർട്ടി നേതൃത്വം ഉൾപ്പെടെ അധപ്പതിച്ചു. രക്തസാക്ഷി കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ വികാരത്തെ മുൻനിർത്തി പിരിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതും തട്ടിയെടുക്കുന്നതും ബൂർഷ്വാ ജീർണതയുടെ അങ്ങേയറ്റമാണ്. ആക്ച്വലി ആ സമയത്ത് അനിയൻ്റെ മരണത്തിന് ശേഷം പാർട്ടി ഒരു ഫണ്ട് രൂപീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബം എല്ലാവരും അതിനെതിരായിരുന്നു. പക്ഷേ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി നേതാക്കന്മാർ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം പാർട്ടി എന്ന നിലയിൽ ഞങ്ങളത് നേതാക്കന്മാരുടെ നിർബന്ധം കാരണം അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അന്ന് പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് 10 ലക്ഷം രൂപ പിരിച്ചു. അതിൽ 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്തു. ആ ഫണ്ട് കൊടുത്തത് പിണറായി ആയിരുന്നു. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് അന്നത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ രവീന്ദ്രനായിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ രവീന്ദ്രൻ ഇമ്മീഡിയറ്റ്ലി ആ പൈസ അവിടെ നിന്ന് വകമാറ്റി സ്വന്തം ചിലവിലേക്ക് എടുത്തു. അയാൾ വീട് വയ്ക്കാനും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു. ഞങ്ങളിത് അറിഞ്ഞില്ല. ഇത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് ഇതിനെപ്പറ്റി നമ്മൾ അവിടുത്തെ സഹകരണ ബാങ്കിലിട്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ നോക്കുമ്പോൾ കാശില്ലാത്തതുകൊണ്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ തിരക്കിയത് പരാതിയായി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുക്കുകയും അത് അന്വേഷിച്ച് അയാൾ ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ അത് അംഗീകരിച്ചുകൊണ്ട് അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും അത് താഴ്ത്തി പാർട്ടി മെമ്പറാക്കുക ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് നടന്ന ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനത്തിലും എല്ലാം അയാളെ തിരിച്ച് കമ്മിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി വളരെയേറെ ശ്രമിച്ചു. പക്ഷേ വഞ്ചൂർ പാർട്ടി എന്ന നിലയിൽ പാർട്ടി സഖാക്കളെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ എതിർത്തത് കൊണ്ട് ലോക്കൽ കമ്മിറ്റിയിലും വന്നില്ല, ഏരിയ കമ്മിറ്റിയിലും വന്നില്ല. അപ്പോൾ ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് CIT ഉള്ളത്. CITയുടെ ജില്ലാ സെക്രട്ടറി ആക്കി വെച്ചു. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് ഞങ്ങളിത് അനുഭവിക്കുന്ന മാനസിക പീഡനം ചെറുതല്ല. ഓരോരോ കാര്യങ്ങൾ നമുക്ക് എടുത്ത് എണ്ണി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പാർട്ടി ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്നത്. പാർട്ടി രക്തസാക്ഷി കുടുംബം എന്ന നിലയിൽ സംരക്ഷണം തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മെറിറ്റിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കുഞ്ഞികൃഷ്ണ സഖാവിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി ആണ് ശരിക്കും ഇത് പറയാനായിട്ടുള്ള ഛേദോപകാരം നമുക്ക് തോന്നിയത്. ഇപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് ചിന്തിക്കാനൊരു വകയാവുകയാണെങ്കിൽ അത് നല്ലതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ശരിക്കും ആ ആളിനെ തിരിച്ച് എടുത്തതോടുകൂടി തിരുവനന്തപുരത്തെ പാർട്ടി സഖാക്കളുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം വന്നത്. എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നത് കോൺഗ്രസ് മിനിസ്ട്രി ഇരുന്ന സമയത്ത് ഞാൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ കോച്ചായിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മിനിസ്ട്രി വന്ന് രണ്ടാമത്തെ മിനിസ്ട്രി വന്ന് കഴിഞ്ഞ 2-3 വർഷം മുമ്പേ എന്നെ അതിൽ നിന്ന് പിരിച്ചുവിട്ടു. 10 വർഷം കഴിയുമ്പോഴത്തേക്കും പെർമനൻ്റ് ആക്കേണ്ട അവസ്ഥയിൽ എന്നെ പിരിച്ചുവിട്ടു. അപ്പോൾ അത് ഞാൻ പരാതിയായിട്ട് സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും എല്ലാം കൊടുത്തെങ്കിലും അതിലൊരു നടപടി വന്നില്ല. ഞാൻ അതിലൊന്നും ഞാൻ പറയാൻ കാരണം പേഴ്സണലി ഉള്ള ഒരു വിഷയങ്ങളിൽ ഞാൻ പരാതി പറയുന്നില്ല. കാരണം പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് പാർട്ടിയുടെ സപ്പോർട്ട്, എനിക്കും എൻ്റെ കുടുംബത്തിനോ പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും രക്തസാക്ഷി കുടുംബത്തിനെ സംരക്ഷിക്കണമെന്നുള്ള നില ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും നമ്മൾ താല്പര്യമില്ല. പക്ഷേ ഈ ഫണ്ട് വകമാറ്റിയ ആളിനെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് വെച്ചാൽ അതിൽ പരം അല്പത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നൊരു നടപടിയല്ല. അപ്പോൾ ഇപ്പോഴെങ്കിലും ഞാനത് പറയുകയും ഇപ്പോൾ എനിക്ക് ഉണ്ടായ ദുരനുഭവങ്ങൾ ചിലതെങ്കിലും ഞാൻ പറഞ്ഞ് ഇവിടുത്തെ പാർട്ടിക്കാർക്കൊരു പുനർചിന്തനത്തെ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. നേതൃത്വം മാറണം, അവരിതിന് നല്ല നടപടികൾ എടുക്കണം, ഈ പാർട്ടിയെ നന്നാക്കി കൊണ്ടുപോകാൻ നോക്കണം. ഇല്ലെങ്കിൽ അതിന് ഈ പ്രവർത്തകരെല്ലാവരും അതിന് തക്കവണ്ണമുള്ള ഒരു ചർച്ചയിലേക്ക് വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. മാർക്സിസ്റ്റ് ദർശനമനുസരിച്ച് ഒരു സഖാവിൻ്റെ മരണം പ്രസ്ഥാനത്തിന് നൽകുന്ന ആഘാതം നികത്താനാവാത്തതാണ്. 10 വർഷത്തെ തുടർച്ചയായ ഭരണം ഒരു പാർട്ടിയെ എത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു എന്നതറിയാൻ
കേരളത്തിലെ CPM-നെ ചൂണ്ടിക്കാണിച്ചാൽ മതിയാകും. കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്ന അവസ്ഥയിലേക്ക് പാർട്ടി പ്രവർത്തനം മാറി എന്ന് വിമർശിക്കപ്പെടുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലാംപെയിൻ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആശയബോധമില്ലാത്ത ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു കൂട്ടം തട്ടിപ്പു സംഘങ്ങൾ പാർട്ടിയുടെ ലേവലിൽ വിഹരിക്കുകയാണ്. ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകന് രക്തസാക്ഷിത്വം എന്നത് പവിത്രമാണ്. എന്നാൽ ലാംപെയിൻ മനോഭാവമുള്ളവർക്ക് അത് പണമുണ്ടാക്കാനുള്ള ഒരവസരം മാത്രം. ഏത് ദുരന്തത്തെയും, അത് പ്രളയമായാലും കൊലപാതകമായാലും, പണപ്പിരിവിനുള്ള ഉപാധിയായി മാത്രം കാണുന്ന സംസ്കാരമാണ് CPM-ലുള്ളത്. ധൻരാജ്, വിഷ്ണു, അഭിമന്യു ഫണ്ടുകൾ തട്ടിയെടുക്കുന്ന മനോഭാവം കൃത്യമായ ലാംപെയിൻ ലക്ഷണമാണ്. ആശയപരമായ സംവാദങ്ങൾക്ക് പകരം തെരുവിളിയും ഭീഷണിയും ഉപയോഗിച്ച് വിമർശകരെ നേരിടുന്ന രീതി സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് ഈ ലാംപെയിൻ സംസ്കാരമാണ്. ഇപ്പോൾ പറയുന്ന പുതിയൊരു കാര്യം വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ്. വ്യക്തിപരമായ വിരോധത്തിന് അടിസ്ഥാനം എന്താ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഇന്നലെ ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി. അതിനെല്ലാം മറുപടി ഞാൻ അവിടെ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കാര്യം വിരോധമായി ആ ചാനൽ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. രാകേഷ് ഇന്ന കാരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി സഖാക്കൾ തമ്മിൽ വ്യക്തിവിരോധമുണ്ടെങ്കിൽ അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കല്ലാതെ വേറെന്താ മാർഗം? ഏതെങ്കിലും സന്ദർഭത്തിൽ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ഞാനും TI മധുസൂദനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, വ്യക്തിപരമായ വിരോധത്തിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലയിൽ ആരെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്തോ? ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, 2022 പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ, അവർക്ക് മാത്രമേ അഭിമുഖം നൽകിയിട്ടുള്ളൂ, മറ്റൊരാൾക്കും നൽകിയിട്ടില്ല. ആ അഭിമുഖത്തിൽ TI മധുസൂദനൻ പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കളുണ്ട് എന്നാണ്. 2022 ഇത് പറയുന്നത്. ഇന്നേ വരെ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് TI മധുസൂദനൻ. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ അയാൾക്ക് ശത്രുക്കളുണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ? ഇന്നേ വരെ അത്തരമൊരു വിഷയം ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറായിട്ടില്ല. ബാലിശമായ ചാനൽ ചർച്ചയിൽ ഉന്നയിച്ചത് ബാലിശമായ കാര്യങ്ങളാണ്. എതിരഭിപ്രായം പറയുന്നവരെ വ്യക്തിഹത്യ ചെയ്യുക, അശ്ലീലം പറയുക എന്നത് ഇവരുടെ രീതിയാണ്. രാഷ്ട്രീയ ബോധത്തിന് പകരം ആൾക്കൂട്ട മനോഭാവമാണ് ഇവർക്കുള്ളത്. രാഷ്ട്രീയ ബോധമോ ആദർശമോ ഇല്ലാത്ത, പണത്തിനും അധികാരത്തിനും വേണ്ടി മാത്രം പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വിഭാഗം പിടിമുറുക്കിയിരിക്കുന്നു. അവർക്ക് രക്തസാക്ഷി ഫണ്ട് എന്നത് മറ്റൊരു ബിസിനസ് അവസരം മാത്രം. നേതാക്കൾക്കും അവരുടെ ആശ്രിതർക്കും എന്തുമാകാമെന്ന അവസ്ഥ. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക, പോലീസ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ വിപ്ലവ വീര്യമായി ആഘോഷിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇത് അരാജകത്വമാണ്. സാമൂഹികമായും വ്യക്തിപരമായും അച്ചടക്കമില്ലായ്മയെ അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന കൂട്ടരായി ഇവർ അധപതിച്ചിരിക്കുന്നു. നിഷേധിക്കുന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് വരണ്ടേ? ഇപ്പം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ ആളിനെ തരം താഴ്ത്തി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുപോയത്? അതിന് നേരെയായ ഒരു മറുപടി തന്നാൽ പിന്നെ നിങ്ങൾക്ക് തെളിയിക്കാം, നിങ്ങൾക്ക് തിരക്കാം. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ പിന്നെ രേഖകൾ ആവശ്യപ്പെട്ടാൽ മതി. ആ സമ്മേളനങ്ങളെല്ലാം ഒരു റിപ്പോർട്ടിൽ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണ്, ഏതാണ്, എങ്ങനെയാണെന്ന്. അതുപോലെ മുമ്പ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാർട്ടി തരം താഴ്ത്തിയെന്ന്. നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് എടുത്താൽ പറ്റും. തരം താഴ്ത്തി എന്നുള്ളത്, എന്തിനാണ് തരം താഴ്ത്തി എന്നുള്ളത് ചാനലെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ച് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഒരിക്കലും അത് അല്ലാതെ പറയാൻ പറ്റില്ല. ഞാൻ അതുപോലെ കോടിയേരി സഖാവിൻ്റെ കൂടെ 10 വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ട്രെയിൻഡായിട്ട്. ഈ ശിവൻകുട്ടിയുടെ കൂടെ 14 വർഷം ഞാൻ ട്രെയിൻഡായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ എല്ലാവരുമായിട്ട് എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട്. എന്നിട്ട് എനിക്കിതാണ് അനുഭവമെങ്കിൽ, അവസ്ഥയെങ്കിൽ, ഒരു രക്തസാക്ഷി കുടുംബത്തിലൊരാളെന്നില്ല എനിക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായ പാർട്ടി മെമ്പർമാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ, ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയാളെ ന്യായീകരിക്കുമ്പോൾ എന്തിനാണ് അയാളെ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ മന്ത്രി എന്തിനാണ് അയാൾ ഇപ്പോൾ ഒരു എന്തിനും തയ്യാറായി നിൽക്കുന്ന പാർട്ടി കേഡർമാരായിട്ടുള്ള കുറേയേറെ പ്രവർത്തകരുടെ ഇടയിൽ അവരാണോ വലുത്
അതോ ഒരാളാണോ രക്തസാക്ഷി ഫണ്ട് പകാൻ മാറ്റിയ ഒരാളാണോ പാർട്ടിക്ക് ആവശ്യമെന്ന് ചിന്തിക്കേണ്ടത് അവരാണ്, പാർട്ടി നേതൃത്വമാണ്, ഞാനല്ല. അപ്പോൾ അവരത് ആലോചിച്ച് ചെയ്യട്ടെ. ഇനി ഇതിനെ തുടർന്ന് എനിക്കറിയാം എൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വരും, അതുപോലെ പുറത്താക്കൽ നടപടി വരും. എനിക്ക് എന്ത് നടപടി വന്നാലും എങ്ങനെ പുറത്താക്കിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഞാൻ ആ മനസ്സിൽ അങ്ങനെ തന്നെ പ്രാപ്തമാക്കിയിട്ട് കുറേയേറെ നാളായി. അതുകൊണ്ട് എനിക്ക് അതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്താമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി. ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് 85-ലേക്ക്. അപ്പോൾ ആ വിളിപ്പേര് എൻ്റെ അനിയനോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പോവുമായിരുന്നു. പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. തെറ്റുകളെ മൂടിവെക്കാനും കുറ്റവാളികൾക്ക് സംരക്ഷണ കവചമൊരുക്കാനും ഭരണകൂടം ശ്രമിക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകുന്നു. സുതാര്യതയില്ലാത്ത പാർട്ടി സംവിധാനം ഫാസിസ്റ്റ് പ്രവണതകളിലേക്കാണ് നീങ്ങുന്നത്. ധൻരാജ്, വിഷ്ണു, അഭിമന്യു എന്നിവരുടെ പേരിലുള്ള ഫണ്ട് പിരിവുകൾ കേവലം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, അത് വൈകാരികമായ വഞ്ചന കൂടിയാണ്. പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധൻരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ലെനിനിസ്റ്റ് സംഘടനാ തത്വമനുസരിച്ച് തെറ്റുകൾ തിരുത്താനുള്ള ഏറ്റവും വലിയ ഉപാധി വിമർശനവും സ്വയം വിമർശനവുമാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പോലുള്ള ഗൗരവതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനെതിരെ അന്വേഷണം നടത്താനും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും പാർട്ടി തയ്യാറാക്കണം. എന്നാൽ നിയമസഭയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച പോലും അനുവദിക്കില്ലെന്ന നിലപാട് ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ്. രക്തസാക്ഷികളെ വിറ്റ് കാശാക്കുന്നവർക്ക് ഇടതുപക്ഷമെന്നോ കമ്മ്യൂണിസ്റ്റെന്നോ വിളിക്കപ്പെടാൻ അർഹതയില്ല. ഈ പ്രവണത തിരുത്തപ്പെട്ടില്ലെങ്കിൽ ബംഗാളിലെ പോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യച്യുതി വന്ന പ്രസ്ഥാനങ്ങളിലൊന്നായി CPM മാറും. അഴിമതിക്കാർക്ക് സംരക്ഷണം നൽകുന്നതിന് പകരം രക്തസാക്ഷികളെ മാനിക്കാൻ സത്യം പുറത്തു കൊണ്ടുവരികയാണ് യഥാർത്ഥ ഇടതുപക്ഷ നിലപാട്. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ CPM-ൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ച് TA മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിനെ തുടർന്ന് MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി CPM-ന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവം ഉണ്ടായി. MLA-യുടെ ഓഫീസിന് മുന്നിൽ കുറുവടികളുമായി നിന്ന സംഘം ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പോലീസ് പറഞ്ഞിട്ട് പ്രകടനം വേറെ വഴിതിരിച്ച് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിട്ടും പുറകിലൂടെ വന്ന് കുറുവടികളുമായി ആക്രമിക്കുകയായിരുന്നു. MLA-യുടെ ഓഫീസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ കൊലവിളി MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ തടി കാക്കേണ്ടി വരും, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം. നമുക്കറിയാം 2000 നേരത്തെ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് CPM കൊടുത്ത ഒരു ഉറപ്പ് വിസിൽ ബ്ലോവേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത് വലിയ അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. ഇവിടെ വിസിൽ ബ്ലോവറിനെ CPM നടപടിയെടുത്ത് പുറത്താക്കിയ വിരോധാഭാസമാണ് കൂടെ കാണാൻ കഴിയുന്നത്. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല.
പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യാപകമായ ഈ ആക്രമണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം CPM ഏറ്റുവാങ്ങിയപ്പോൾ പയ്യന്നൂരും പാലൂരും പിണറായിയും ഇതുപോലുള്ള അക്രമ സംഭവങ്ങളാണ് വ്യാപകമായി ഉണ്ടായത്. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ കരുത്തിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുക, അനധികൃതമായി ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് ഗുണ്ടകളെ വളർത്തുക, ഇവരെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുക, ഇതാണിപ്പോൾ CPM രീതിയായി മാറിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ, ഞങ്ങളതൊന്നും ആവർത്തിക്കുന്നില്ല, ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ? പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിച്ച ഒരാളെ പയ്യന്നൂരിലെ കൗൺസിലറാക്കി CPM. അയാൾക്ക് ജയിലിൽ പോയ ആദ്യത്തെ മാസം തന്നെ പരോൾ കൊടുത്തു. പരോളിന്റെ കാലാവധി തീർന്നപ്പോൾ വീണ്ടും പരോൾ നീട്ടിക്കൊടുത്തു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനനായ മുഖ്യമന്ത്രി, പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക്, ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് ധാർമ്മികമായ അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളല്ലേ പോലീസിന്റെ മന്ത്രി. പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിയുന്നത് മറ്റേ പുഷ്പഹാരം വലിച്ചെറിയല്ലോ, പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക. കാരണം ജയിക്കാതെ മറ്റുള്ളവർക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല. അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. തെറ്റുകൾ പറ്റിയാൽ അത് തുറന്നു സമ്മതിക്കാനും തിരുത്താനുമുള്ള ആർജവം പാർട്ടി കാണിക്കണം. എന്നാൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ CPM ഉന്നയിച്ച നിലപാട് ഇതിന് നേർ വിപരീതമാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ചർച്ച പോലും അനുവദിക്കാതെ തടയുന്നത് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സുതാര്യതയെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ചർച്ചകളെ ഭയപ്പെടേണ്ടതുള്ളൂ. കുറ്റാരോപിതരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് പാർട്ടിയെ ഒരു മാഫിയ സംഘം എന്ന നിലയിലേക്ക് അധപ്പതിപ്പിക്കുന്നു. പാർട്ടിയോടുള്ള കൂറ് എന്നത് അഴിമതിക്കാരോടുള്ള കൂറായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്താമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് 85-ലേക്ക്. അപ്പോൾ ആ വിളിപ്പേര് എൻ്റെ അനിയനോട്ട് മാറിയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെ തന്നെ പോവുമായിരുന്നു. പക്ഷെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അഭിമന്യു, വിഷ്ണു, ധൻരാജ് ഇവരെ പോലെയുള്ള യുവ നേതാക്കളുടെ അകാല മരണത്തിലുണ്ടായ എതിർവികാരത്തെ മുൻനിർത്തി പിരിച്ച പണം പാർട്ടി ഓഫീസ് പണിയാനും നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്ന വാർത്ത വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. രക്തസാക്ഷിയുടെ പേരിൽ പിരിക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്കുണ്ടാകണം. അത് മറച്ചുവെക്കുന്നത് നെറുകേടാണ്. ഇന്നത്തെ CPM നേരിടുന്നത് ബാഹ്യമായ ശത്രുക്കളെയല്ല, മറിച്ച് ആന്തരികമായ ജീർണതയെയാണ്. രക്തസാക്ഷി ഫണ്ടുകൾ വെട്ടിക്കുന്നത് കേവലം സാമ്പത്തിക അഴിമതിയല്ല, അത് പ്രത്യയശാസ്ത്രപരമായ കൊലപാതകമാണ്. രക്തസാക്ഷികൾ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്നു, പാർട്ടി രക്തസാക്ഷികളെ വിറ്റ് ജീവിക്കുന്നു എന്നതാണ് അവസ്ഥ. ഭരണത്തുടർച്ച നൽകിയ അഹങ്കാരവും അഴിമതിയെ ന്യായീകരിക്കുന്ന തെറ്റായ സംഘടനാബോധവും മാറ്റിവെച്ച് യഥാർത്ഥ ഇടതുപക്ഷ മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ CPM തയ്യാറാകണം. അല്ലാത്തപക്ഷം ചരിത്രത്തിലെ മഹത്തായ സമരങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഥകൾ പറഞ്ഞ് മാത്രം നിലനിൽക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ട വെറുമൊരു രാഷ്ട്രീയ യന്ത്രമായി CPM മാറും. ജയ് ഹിന്ദ്.